ദുബായിലെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിരവധി പുതിയ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ട് വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. നമുക്ക് നമ്മുടെ ഏജൻസിയിലേക്ക് നേരിട്ട് വന്നിട്ടുള്ള തൊഴിൽ അവസരങ്ങളല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള അഡ്രസ്സിൽ ഇമെയിൽ ഐ.ഡിയിലോ കോൺടാക്റ്റ് നമ്പറിലോ നിങ്ങൾ അവരെ അങ്ങോട്ട് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്ന്. അതിനു മുന്നേ നിങ്ങളെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വിട്ടുപോകരുത്. ശേഷം ഈ വീഡിയോ തൊഴിൽ ആഗ്രഹിക്കുന്നവരിലേക്ക്, അന്വേഷിക്കുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക. ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് റിസപ്ഷനിസ്റ്റിൻ്റെ ഒഴിവുണ്ട്. 2025 ജനുവരി 23 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. ശമ്പളമായിട്ട് പറഞ്ഞിട്ടുള്ളത് 4000 UAE ദിർഹം മുതൽ 6000 UAE ദിർഹം വരെയായിരിക്കും. ഇതിലേക്ക് ഫീമെയിൽസിനും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ്. നാട്ടിലുള്ളവർക്കും നിലവിൽ UAEയിലുള്ളവർക്കും അപേക്ഷിക്കാം. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ.ഡിയിലേക്ക് hr.cynthia@gmail.com എന്ന ഇമെയിൽ ഐ.ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ, അതായത് CV അയച്ചു കൊടുക്കുക. ആ ഇമെയിൽ ഐ.ഡിയുടെ സബ്ജക്റ്റിൽ റിസപ്ഷനിസ്റ്റ് ദുബായ് എന്ന് ആഡ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വേക്കൻസി ദുബായിലേക്ക് തന്നെയാണ്. ദുബായിലെ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് ഡ്രൈവർ വേക്കൻസി ഉണ്ട്. 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതായത് ദുബായിൽ വാഹനം ഓടിച്ചിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതിലേക്ക് CV സെലക്ഷനാണ് ഉണ്ടാവുക. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ CV സെലക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള +971 15 42 86 55 55 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നാട്ടിലുള്ളവർക്കും നിലവിൽ UAEയിലുള്ളവർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ദുബായ് ലൈസൻസ് വേണം. അതേപോലെ ദുബായിൽ വാഹനം ഓടിച്ചിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ദുബായിലേക്ക് ഹൗസ് കീപ്പറായിട്ട് 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ആളുകളെ ആവശ്യമുണ്ട്. ഏകദേശം ഒരു 3 പേരെയാണ് ആവശ്യമുള്ളത്. സാലറി മറ്റു ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻ്റർവ്യൂ സമയത്തായിരിക്കും സാലറിയുടെ കാര്യങ്ങളെല്ലാം പറയുക. നിലവിൽ UAEയിലുള്ളവർക്ക് മുൻഗണനയുണ്ട്. CV സെലക്ഷനാണ് ആദ്യമുള്ളത്. അപ്പോൾ CV സെലക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള hr.anigaglobal@gmail.com എന്ന ഇമെയിൽ ഐ.ഡിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. CV അയച്ചു കൊടുക്കുമ്പോൾ സബ്ജക്റ്റിൽ, ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ ഹൗസ് കീപ്പർ ദുബായ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ദുബായിൽ പ്രവർത്തിക്കുന്ന എലിവേറ്റർ കമ്പനിയിലേക്ക് ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട്. എലിവേറ്റർ ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് വേക്കൻസി നിലവിൽ വന്നിട്ടുണ്ട്. കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സാലറി കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. CV സെലക്ഷനാണ് ആദ്യം ഉണ്ടാവുക. അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അവിടെയുള്ള ഒരു ഏജൻസി ത്രൂ തന്നെയാണ് ഈ ഒരു വേക്കൻസിയും വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഏജൻസിയെ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്താൽ മതി. അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ വാട്സപ്പ് നമ്പറാണ് +971 54 28 65 55 5. ഈ ഒരു നമ്പറിൽ നിങ്ങൾ CV അയച്ചു കൊടുത്ത് എലിവേറ്റർ ടെക്നീഷ്യൻ ദുബായ് എന്ന് മെൻഷൻ ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് അവർ പറയുന്നതായിരിക്കും. അവസാനത്തെ വേക്കൻസി ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ്. ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് നിർമ്മാണ സഹായികളുടെ ഒഴിവുണ്ട്. നിർമ്മാണ സഹായി എന്നൊരു പോസ്റ്റിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസി. 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക്, അതായത് കൺസ്ട്രക്ഷൻ കമ്പനികളിൽ നിന്ന് ജോലി ചെയ്തിട്ടുള്ള സഹായിയായിട്ട് ജോലി ചെയ്തിട്ടുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഫ്രഷേഴ്സിനെ പരിഗണിക്കുകയില്ല. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇമെയിൽ ഐ.ഡിയിലേക്ക് CV അയച്ചു കൊടുക്കുക. higher-2020@gmail.com എന്ന ഇമെയിൽ ഐ.ഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. സാലറി ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് അതിനുശേഷം അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് പറയുന്നതായിരിക്കും. CVയിൽ കറക്റ്റ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ആണെങ്കിലും ബാക്കി എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുകയല്ല, കൊടുക്കുക.